Okay, good morning. Present type ചെയ്തോളൂ. ഒരു തവണ ടൈപ്പ് ചെയ്താൽ മതി ട്ടോ. ചെറിയ കുട്ടികൾ 3-4 പ്രാവശ്യം ടൈപ്പ് ചെയ്യും. മിസ് കാണുന്നില്ലോ എന്ന് കരുതിയിട്ട്. ഒരു തവണ മാത്രം പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. എക്സാം അടുത്തു അറിഞ്ഞില്ലേ? ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലെ എക്സാം ആണ്. നിങ്ങൾ എല്ലാ കളിയും നിർത്താൻ പോവാണ്, തമാശക്കളിയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദിയിൽ എത്ര ലെസൺ എടുത്തോ അത്രയുമാണ് എക്സാമിന് വരിക. എത്ര എടുത്തിട്ടുണ്ടോ അത്രയും. കേട്ടോ? മിക്കവാറും 3 ലെസൺ ആവാനാ സാധ്യത. 3 ലെസണിന്റെ ഇന്നത്തെ വർക്കും കൂടി പറയുമ്പോ സമയം 3 കൂടി 3 സമയം കിട്ടുള്ളൂ. 4ാമത്തെ എടുക്കാൻ സമയം കിട്ടൂല. അടുത്ത ആഴ്ച എക്സാം ആയില്ലേ? അപ്പൊ ഈ 3 ലെസൺ ആണ് എക്സാമിന് പഠിക്കേണ്ടത്. നമുക്ക് ആഴ്ചയിൽ ഒരു പീരീഡ് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരു പാഠം തന്നെ വലിയ ലെസൺ ആണ്. അപ്പൊ നമുക്കത് 2 പീരീഡ് തന്നെ വേണം ഒരു പാഠം തീർക്കാൻ. പിന്നെ അതിലെ വർക്കുകളും കൂടി പറയുമ്പോൾ സമയം ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ 3 ലെസൺ നന്നായിട്ട് പഠിക്കുക. ഇനി മിസ്സിനോട് ഓരോന്ന് ചോദിക്കാൻ നിൽക്കരുത്. എന്താ പഠിക്കേണ്ടത്, ഏതാ പഠിക്കേണ്ടതെന്നല്ലേ. എന്താണ് 3 ലെസണിലും നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. ഫെയ്ത്ത് ആണോ ശ്രീദേവിന് പകരം കയറുന്നേ? വീഡിയോ ഓൺ ചെയ്തേ. സോറി മിസ്. വീഡിയോ ഓൺ ചെയ്. റെഡിയല്ലേ? ശ്രീദേവി ഇല്ലേ? അപ്പൊ കുറച്ച് നേരത്തെ ശ്രീദേവിന്റെ ലിങ്ക് പറഞ്ഞു കൊടുത്തോട്ടെ. ഒന്ന് ലിങ്ക് പറഞ്ഞു കൊടുത്തോട്ടെ. Take your Hindi textbook. മിസ് എന്റെ ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്റെ ശ്രീദേവിന്റെ സ്കൂളിൽ കൊടുത്തിരിക്കുക. സ്കൂളിൽ കൊടുത്തിട്ടുണ്ടോ? ആ. ഇത് നിന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലേ? നല്ല കാര്യം. ഇല്ല. നീ സ്കൂളിൽ തന്നെ വെക്കുവോ എക്സാം വരെയും? പഠിക്കാൻ എടുക്കില്ലേ? എടുക്കും. കൊടുത്തോടാ, ലിങ്ക് കൊടുത്തോ? യെസ് മിസ് കൊടുത്തു. ഓക്കെ. അപ്പൊ മിസ് പറഞ്ഞ എന്താണ്? 3 ലെസൺ ആണ് അപ്പൊ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുക എക്സാമിന്റെ സമയമാകുമ്പോഴേക്കും. 3 ലെസൺ. അപ്പൊ ഈ 3 ലെസണില് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതൊക്കെ എക്സാമിന് പഠിക്കണം. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ വർക്കുകൾ ഉണ്ടോ എല്ലാം. കേട്ടോ? മിസ് ഗൂഗിൾ ഫോമിലില്ലേ? അതെ. അപ്പൊ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എല്ലാ വർക്കുകളും നന്നായിട്ട് പഠിക്കുക. അപ്പൊ 3ാമത്തെ ലെസണിന്റെ വർക്കുകളിൽ നമുക്ക് ഇപ്പൊ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതുവരെ എടുത്ത് നിർത്തിയത്? 3ാമത്തെ വർക്കുകളല്ലേ മിസ് പറയേണ്ടത്? ആണോ അതെയോ? എന്തടാ? നോ മിസ്, പാഠത്തിന്റെ സെക്കൻഡ് പാരഗ്രാഫ് എത്തിയതേ ഉള്ളൂ. തേർഡ് ലെസൺ പാഠത്തിന്റെ സെക്കൻഡ് പാരഗ്രാഫ്. ഫസ്റ്റ് പേജ് നമുക്ക് കഴിഞ്ഞുള്ളൂ. ഫസ്റ്റ് പേജ് ഒരു പാരഗ്രാഫും കൂടെ എടുക്കാനുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫ് എടുക്കാനുണ്ടെന്നാണോ? നോക്കുന്നാല് പേജ് നമ്പർ 15 അല്ലേ? പേജ് നമ്പർ 15 ലാസ്റ്റ് പാരഗ്രാഫ് അല്ലേ? അതുകൂടി നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. ആണോ? 13 പേജ് പാഠം തുടങ്ങുന്നത്. തുടങ്ങിയ 2 പാരഗ്രാഫേ എടുത്തുള്ളൂ. ഒരു പാരഗ്രാഫ്. യെസ്. അതെയോ? അന്ന് നോക്ക്. നെക്സ്റ്റ് എന്നാ വേഗം ഒന്ന് ബാക്കി പറഞ്ഞുതരാം. मेरा मुख्य भवन बर्मा अब म्यांमार से लाई गई लाल ഇതെല്ലാം ഞാൻ പറഞ്ഞതല്ലേ? ബർമയിൽ നിന്ന് കൊണ്ടുവന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നൊക്കെ. എന്താണ് അൻമരിയ?
ഇത് പറഞ്ഞതാ 14th പേജല്ലേ? 14th പേജിൽ ഏത് പാരഗ്രാഫ് എടുക്കേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ, കഴിഞ്ഞ ആഴ്ച ലീവ് അല്ലേ. ലാസ്റ്റ് പാരഗ്രാഫ് ആ സംശയം ഉണ്ട് അല്ലേ? കടോർ യാതനാവോ കെ ചലത്തെ അല്ലേ? അതിന്റെ മുകളിലല്ലേ? ഓക്കെ, നമുക്ക് അത് മുതൽ തുടങ്ങാം. ഭാരത് ദേശ് ജബ് ഗുലാമി കി ജഞ്ചീരോ മേ ഝഗടാ താ ബ്രിട്ടീഷ് സർക്കാർ, അതല്ലേ? അത് മുതൽ എല്ലാരും പാരഗ്രാഫ് നോക്കിക്കോളൂ. ഫസ്റ്റ് പാരഗ്രാഫ് അതിന് മുന്നേ എന്നാ ഓക്കെ. കുൽ അതല്ലേ? കുൽ चहसाओ 98 कोठरियों वाली इस जेल की प्रत्येक कोठरी लगभग 15 फीट लंबी और 8 फीट चौड़ी थी. ഏകദേശം 698 മുറികള് ഈ ജയിലിനുള്ളിലുണ്ട്. അതുപോലെ 15 അടി ഉയരവും 8 അടി വീതിയുമാണ് ഓരോ റൂമിനും മുറിക്കുള്ളത്. നമ്മ സെല്ലുലാർ ജയിലിനെ കുറിച്ചാണ് പറയുന്നത്. जिसमें 3 मीटर की ऊंचाई पर रोशनदान थे. सभी बंदियों के लिए अलग सेल होने के कारण एक दूसरे से मेल जोल संभव नहीं था. അതായത് എല്ലാ തടവുകാർക്കും ഈ ജയിലിനുള്ളിൽ നിന്ന് എങ്ങനെയും പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല, ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലെ, ഫസ്റ്റ് പാരഗ്രാഫിൽ പഠിച്ചിട്ടുണ്ട്. ആരും തടവിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടാൻ പറ്റില്ല. മേരി ചാർദീവാരി ഇത്തനി ചോട്ടി തീക്കി, എന്റെ ചുറ്റുമതില്, ചാർദീവാരി എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തുമുള്ള മതില് ചെറുതാണ്. ഇസെ ആസാനി സെ കോയി ഭി പാർ കർ സക്താ താ. സാധാരണയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ മതില് ചാടിക്കിടക്കാൻ പറ്റും. ലേക്കിൻ പക്ഷേ ഇനി പറയുന്നത് പാരഗ്രാഫ് ഒന്ന് മാർക്ക് ചെയ്യണേ. ചാരോം ഓർസേം തുടങ്ങുന്നത്, അത് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ്. ചാരോ മോർസെ ടെക്സ്റ്റിൽ അല്ലെ? ചാരോ മോർസെ സമുദ്ര സെ ഗിരേ ഹോനെ കെ കാരൺ, 4 ഭാഗത്തും വെള്ളത്താൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ദൂർ ദൂർ തക്ക് പാനി കെ അലാവ കുച്ച് ബി നസർ നഹീം ആധാ और यहां से भाग पाना असंभव होता. ഈ ജയിലിന് ചുറ്റും, മതിലിന് ചുറ്റും എന്താണ്? 4 ഭാഗത്തും സമുദ്രമാണ്, കടലാണ്. അപ്പൊ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? മതില് കടന്ന് രക്ഷപ്പെടാൻ പറ്റും, തടവ് ചാടാൻ പറ്റില്ല. कैदियों को हर प्रकार से प्रताड़ित करने के लिए ही कोठरियों से प्रकाश और शयन कक्ष तक की कोई व्यवस्था नहीं थी. पीने के लिए पर्याप्त पानी की भी व्यवस्था नहीं थी. അതായത് ജയിൽ എന്ന് പറയുമ്പോ നല്ല സുഖാണ്, ഇപ്പോഴത്തെ പോലെ സുഖമൊന്നല്ല കേട്ടോ. कैदियों को हर प्रकार से प्रताड़ित करने के लिए होटलियों में प्रकाश और शयन कक्ष तक की कोई व्यवस्था नहीं थी. അതിനുള്ളിൽ ലൈറ്റ്, വെളിച്ചമോ അതുപോലെ ഉറങ്ങാനുള്ള ഒരു പ്രത്യേക സജ്ജീകരണം ഒന്നും ആ ജയിലിനുള്ളിൽ അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിലോ, ഇപ്പൊ AC വേണമെങ്കിൽ AC ഉണ്ട്, ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി കിട്ടും. ഇപ്പൊ എല്ലാവർക്കും ജയിലിൽ പോകാൻ ഇഷ്ടമാണ് അല്ലെ? നല്ല ഫുഡ് കിട്ടും അല്ലെ? പീനെ കെ ലിയെ പര്യാപ്ത പാനി കി ബി വ്യവസ്ഥ നഹീം ഥി. കുടിക്കാനുള്ള വെള്ളത്തിനുള്ള ഏർപ്പാട് പോലും ആ ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. ഗന്ധേ ബർത്തനിമേ ഖാന ദിയാ ജാനാ ബി പ്രതാടന കാഹിയേക്ക് രൂപത. പിന്നെ എന്താണ്? അഴുക്ക് വരണ്ട പ്ലേറ്റുകളില്, പാത്രങ്ങളിലാണ് ഭക്ഷണം അവര് വിളമ്പി തരുന്നത്. അന്നത്തെ അവസ്ഥ മനസ്സിലായോ? शारीरिक और मानसिक रूप से कमजोर करने के लिए उन्हें तरह तरह की याതനയെ दी जाती थी. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവര് എന്ത് ചെയ്യും? നമ്മളെ തളർത്താൻ വേണ്ടി ഒരുപാട് യാതനകള്, ബുദ്ധിമുട്ടുകള് ഞങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവര്. ഞങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളരാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ആ ശാരീരികം തുടങ്ങുന്നത് മാർക്ക് ചെയ്തോ, നമ്പർ 4. ശാരീരിക യാതനായെ ദി ജാതി ധി വരെ. അപ്പൊ ഇപ്പൊ തന്നെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ എഴുതിയെടുക്കാലോ. ताकि वे आजादी के लिए आवाज उठाने योग्य न रहे. क्रांतिकारियों को बेड़ियों से बांधा जाता था. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. എങ്കിൽ കൂടി ആസാദി കെ ലിയെ, ആസാദി മീൻസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്
ആവാസ് ഉഡാനെ യോഗ്യന രഹേ. നമുക്ക് അതിനെതിരെ എതിർക്കാൻ പറ്റുമോ? എനിക്ക് ലൈറ്റ് വേണം, പിന്നെ വെളിച്ചം വേണം, അല്ലെങ്കിൽ വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ഒച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്തേ? ഞങ്ങൾ എങ്ങനെയാണ് ജയിലിലായത്? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെ? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് അല്ലെ? അപ്പൊ ഞങ്ങൾ ആരും അത് എതിർത്ത് പറഞ്ഞില്ല. കൂടാതെ ക്രാന്തികാരിയോം കോ ബേഡിയോം സേ ബാന്ധാ ജാതാ താ. എന്ത് ചെയ്തിരുന്നു അറിയോ? ക്രാന്തികാരിയാണ് വിപ്ലവകാരികള്, സമരം ചെയ്യുന്നവര്, ഈ തടവിലുള്ളവര്, ഇവരെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. ചങ്ങലകൾ നമ്മള് സാധാരണ എങ്ങനെ ബന്ധിക്കുക? മാനസിക രോഗികളൊക്കെ അല്ലെ, മാനസിക രോഗികൾ ഇറങ്ങി ഓടുന്നവരെ നമ്മൾ ചങ്ങലയിൽ ബന്ധിക്കും. പിന്നെ ആനയെ ചങ്ങല കൊണ്ട് തളക്കുന്നത് കാണാം. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും സിനിമയിലൊക്കെ കാണാൻ പറ്റും. യെസ്. അപ്പൊ ഇവിടെ എന്താണ്? വിപ്ലവകാരികളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു എന്നാ പറയുന്നത്. ഹർ കൈദി കോ 30 പൗണ്ട് നാരിയൽ ഔർ സരസോം കോ പേർന ഹോദാ താ. പിന്നെ അതുപോലെ ഇവരെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. എന്ത്? നാരിയൽ, സോറി, അതിന് മുന്നേ ഒരു വേർഡ് ഉണ്ട്. ഉൻസെ കോൽഹൂസെ തേൽ പേർനേക്കാ കാം കർവായ ജാതാ താ. ആ കോൽഹൂൻ തുടങ്ങുന്നത് ബ്രാക്കറ്റ് ചെയ്തോ, നമ്പർ 3. കോൽഹു എന്ന് പറഞ്ഞാല് എണ്ണയാട്ടുന്ന മെഷീൻ. എണ്ണയാട്ടുന്ന മെഷീനില്ലേ, നമ്മള് തേങ്ങയൊക്കെ മില്ലിൽ കൊണ്ടുപോയി ആട്ടുന്നില്ലേ, തേങ്ങ വെളിച്ചെണ്ണയൊക്കെ ആട്ടി എടുക്കുന്നില്ലേ, അങ്ങനെയുള്ള ഒരു മെഷീനാണ് കോൽഹു. അപ്പൊ കോൽഹു മുതൽ മാർക്ക് ചെയ്യുക കർവായ ജാതാ താ വരെ. അത് നമ്പർ 3ന്റെ ആൻസർ ആണ്. കോൽഹു സേ തേൽ പേർനേക്കാ കാം കർവായ ജാതാ താ. ആ മെഷീനിൽ നിന്ന് എണ്ണ വേർതിരിച്ച് എടുക്കണമായിരുന്നു. ആ ജോലി ഇവർക്കാണ്. ഹർ കൈദി കോ 30 പൗണ്ട് നാരിയൽ ഔർ സരസോം കോ പേർന ഹോദാ താ. പിന്നെ സരസ് പറഞ്ഞ കടുകാണ്. നമ്മളെ കടുകില്ലേ, കടുക് പറഞ്ഞ അറിയില്ലേ, നമ്മൾ കറിയിലൊക്കെ വറുത്തിരുന്ന സാധനം കടുക്. ഈ കടുകിന്റെ എണ്ണയാണ് ഒന്ന് അവര് എടുപ്പിക്കുന്നത്. പിന്നെ വേറെന്താണ്? ഈ നാരിയൽ മീൻസ് തേങ്ങ, കോക്കനട്ടിന്റെ, അതായത് അതിന്റെ എണ്ണയും വെളിച്ചെണ്ണയുമാണ് അവര് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്നത്? മെഷീനിലിട്ടിട്ട് ആ എണ്ണ, ആ ജോലിയാണ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. യദി വഹ ഐസാ നഹീ കർ പാതാ താ തോ ഉन्हें बुरी तरह से पीटा जाता था और बेड़ियों में जकड़ दिया जाता था. ഇത് കൂടാതെ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഇടക്കിടക്ക് മോശമായി ഞങ്ങളോട് പെരുമാറുമായിരുന്നു. ഞങ്ങളെ തല്ലും. പീട്ടാ ജാതാ താ. പീട്ടിനാണ് തല്ലുക. ഇടക്കിടക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തല്ലും. उनके नंगे बदन और कीड़े बरसाए जाते, कोड़े बरसाए जाते थे, फिर भी भारत माता के सबूत भारत माता की जय के नारे लगाने के पीछे नहीं हटते थे. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ എന്തേ വിളിക്കാറുള്ളൂ? ഒറ്റ മുദ്രാവാക്യം മാത്രം. ഏതാണത്? ഭാരത് മാതാ കി ജയ്. നമ്മൾ വേറൊന്നും പറയാറില്ല. ഭാരത് മാതാ കി ജയ്. ഞങ്ങൾ എന്ത് ദ്രോഹിക്കുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമായിരുന്നു. അലൻ പ്രസന്റ് പറയാൻ മാത്രം വന്നതാണോ? പോയോ അലൻ ജോസഫ്? ഇടയ്ക്കൊന്ന് കണ്ടു, പ്രസന്റ് പറയാൻ മാത്രം വന്ന് കയറി പോയതാണോ? ചിലവരങ്ങനെ ഉണ്ട്, ഇടയ്ക്കൊന്ന് പോയിട്ട് ഒന്ന് ഞാൻ അവിടെ എത്തിന്ന് അല്ലെ. നമ്മളെ എന്തെങ്കിലും നമ്മളൊരു ഇനി വിളിച്ചു കഴിഞ്ഞാലേ, കല്യാണത്തിനോ നമ്മൾ എന്തെങ്കിലും ഒരു ഇനി ഫംഗ്ഷന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തിരക്കാണെങ്കിൽ ഒന്ന് മുഖം കാണിച്ചിട്ട് ഒന്ന് പോയിട്ട് വരാന്ന് പറയും അല്ലെ. നമുക്ക് അത്യാവശ്യം തിരക്കാണെങ്കിലാ എന്നിട്ട് ആടെ പോയിട്ട് പറയാം, എനിക്ക് തിരക്കുണ്ടേ, ഞാൻ വേഗം ഒന്ന് പോയിട്ട് വരാവേ, എനിക്ക് അർജന്റ് ആണേ, ഞാനൊന്ന് നിങ്ങളെ കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നത്. അതേപോലെയാണ് ഇപ്പൊ അലൻ ജോസഫ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല, മെല്ലെ വരുന്നുണ്ട്. നെറ്റിന്റെ കംപ്ലൈന്റ് ആണോന്ന് എനിക്കറിയില്ല. അലൻ ഞാൻ വിളിച്ച് പെട്ടെന്ന് പ്രസന്റ് മാത്രം പറഞ്ഞിട്ട് അങ്ങ് മുങ്ങേണ്ട പരിപാടിയാണോന്ന്. നമ്മൾ എന്തൊക്കെ കഥയൊക്കെ പറഞ്ഞു വിടുന്നു. നെറ്റിന്റെ പ്രശ്നമുണ്ടോ? ഓക്കെ, ഓക്കെ, ശ്രദ്ധിക്കേ. നെറ്റിന്റെ പ്രശ്നമാണെങ്കിൽ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? യൂട്യൂബ് ക്ലാസ് നിർബന്ധമായും കണ്ടിരിക്കണേ, എന്നാലേ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ പ്രസന്റ് പറയുകയും ചെയ്തു, ഇടയ്ക്ക് വന്ന് നോക്കുകയും ചെയ്തു, മിസ്സിനെ കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ക്ലാസ് കേൾക്കാതിരിക്കരുത്. അതിന്റെ ബാക്കി നോക്ക്. അപ്പൊ കുട്ടികളെ ഈ തടവുകാരെ എന്താ ചെയ്തിരുന്നത്? എന്ത് ശല്യം, എന്ത് ദ്രോഹം ചെയ്താലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുമായിരുന്നു. കഠോർ യാതനാവോं के चलते एक बार 200
38 कैदियों ने यहाँ से भागने की कोशिश की थी. ഒരുപാട് കഠിന യാതനകൾക്ക് ശേഷം ഒരു തവണ 238 തടവുകാര് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. ലേക്കിൻ ഉനെ പക്കഡ് ലിയാ ഗയാ. പക്ഷെ അവരെ പിടിച്ചുകൊണ്ടുവന്നു. ഏക് കൈദീനെ തോ ആത്മഹത്യ ഹി കർ ലി और ബാക്കി പക്കഡ് ലിയേ ഗയേ. ഒരാൾ ആത്മഹത്യ ചെയ്തു, ബാക്കിയുള്ള 237 പേര് തിരിച്ചു കൊണ്ടുവന്നു. അത്ര സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ട്ടോ. അത്ര നല്ല സുഖമൊന്നുമല്ല ജയിലിൽ പോകാൻ എല്ലാരും ആഗ്രഹിച്ചിരുന്നില്ലേ? ഓ ബിരിയാണിയാണ്, മട്ടൻ അതല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല സുഖമൊന്നല്ല കേട്ടോ. ജയിൽ അധീക്ഷക് വാക്കറിനെ കണ്ടോ? പേജ് നമ്പർ 15. जेल अधीक्षक वाकर ने 87 लोगों को फांसी पर चढ़ाने का आदेश दे दिया. 87 അല്ലെ അതിന്റെ വാക്കർ അധീക്ഷക് അതിന്റെ ജയിൽ അധികാരി വാക്കർ എന്നാണ് പേര്. അദ്ദേഹം 87 തടവുകാർ, അതായത് എന്താ പറയാ, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കില്ലേ? അപ്പൊ അവർക്ക് എന്ത് ചെയ്തു? ജീവപര്യന്തം തടവിന് അവരെ ശിക്ഷിക്കേണ്ടി വന്നു. सन 1930 में महान स्वतंत्रता सेनानी भगत सिंह के मित्र महावीर सिंह कैदी के रूप में यहाँ लाए गए थे. അങ്ങനെ കൊല്ലവർഷം 1930 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷമാണ്? 1947. നിങ്ങൾ അങ്ങനെ പറയല്ലോ അല്ലേ? അപ്പൊ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇവിടെ 1930 നമ്മുടെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഭഗത് സിംഗിന്റെ കൂട്ടുകാരൻ മഹാവീർ സിംഗിനെ തടവിലേക്ക് കൊണ്ടുവന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. कैदियों के प्रति जेल प्रशासन के कठोर रवैये और अत्याचारों के विरोध में महावीर सिंह ने भूख हड़ताल कर दी. അദ്ദേഹം എന്ത് ചെയ്തു അറിയോ? ഇവിടെ വന്നിട്ട് തടവുകാരെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത് കണ്ടപ്പോഴ് അദ്ദേഹം ഭൂക്ക് ഹഡ്താൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്ന വീട്ടിന്ന് പട്ടിണി സമരം നമ്മൾ ചെയ്യാറില്ലേ? വീട്ടിന്ന് നമ്മൾ എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാൻ വേണ്ടിട്ട് കാണാതെ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കും, പക്ഷെ പട്ടിണി സമരം നമ്മൾ നടത്തും അല്ലെ? വീട്ടിന്ന് ഇല്ലേ? എത്ര പേര് പട്ടിണി സമരം നടത്തുന്നവരുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അലൻ ഇടക്ക് വരുന്നു പോന്നു, നെറ്റ് ഇല്ലെന്നാ പറഞ്ഞു. അപ്പോ ഞാനിപ്പോ പറഞ്ഞ എന്താണ്? ഭൂക്ക് ഹഡ്താൽ. ഭൂക്ക് ഹഡ്താൽ എന്ന് പറഞ്ഞാൽ ഹർത്താൽ. ഹഡ്താൽ മീൻസ് ഹർത്താല്, പട്ടിണി സമരം അല്ലേ? ഫെയ്ത്ത് വീഡിയോ ഓണാക്കിയിട്ടുണ്ട്. ശ്രീകാന്ത ശ്രീദേവ് ഫെയ്ത്ത് ശ്രീദേവ് ഇന്നലെ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നോ? എന്ത് പറ്റി? ഇന്ന് 1 മണിക്ക് മുന്നേ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ആ ടീച്ചറിന് ആൻസർ ഷീറ്റ് അയച്ചു കൊടുക്കുക. എന്നൊരു കാരണമില്ലേ? എക്സാം എഴുതാത്തിന് ഒരു കാരണം ഉണ്ടാവില്ലേ? ഒന്നുമില്ല, വേണ്ട വെച്ചിട്ട്. സ്കൂളിലായിരുന്നു. സ്കൂളിലേക്ക് ബുക്കും കൊണ്ട് വന്നിരുന്നോ? ഫെയ്ത്തോ? ഞങ്ങൾ രണ്ടുപേരും സ്കൂളിലായിരുന്നു. സ്കൂളിൽ നിന്ന് അറ്റൻഡ് ചെയ്യാമായിരുന്നില്ലേ? ഞാനാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ നിന്ന് എനിക്ക് ഇഷ്ടമാണ്. കാരണം എത്ര വേഗം നമുക്ക് സ്കൂളിൽ തന്നെ എഴുതിട്ട് ടീച്ചർക്ക് പേപ്പർ കൊടുത്തിട്ട് വരാം, നമുക്ക് ഫോട്ടോ നിർത്തി അയക്കണ്ടല്ലോ. അല്ലേ ചെയ്യണ്ടേ? ഇപ്പൊ എക്സാം ഉണ്ട് സാർ എന്ന് പറയുക, പേപ്പർ എടുക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക. സ്കൂളിലായതുകൊണ്ട് വേണ്ട വെച്ചു. അപ്പൊ ഇന്ന് 1 മണിക്ക് മുമ്പ് ഒന്ന് ചെയ്തിട്ട് കൊടുക്കണേ, മറന്നുപോലെ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? പട്ടിണി സമരം അല്ലെ? ഇവിടെ ഈ തടവിലേക്ക് വന്ന അതാണ് ഭഗത് സിംഗിന്റെ ഫ്രണ്ട് മഹാവീർ സിംഗ് പട്ടിണി സമരം നടത്തി. അപ്പൊ മിസ് അതിനെ കൂടെ പറയാൻ പോയത് എന്താണ്? നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പട്ടിണി സമരം നടത്താറുണ്ട്. എന്തിനാണ്? നമ്മളൊരു കാര്യം പറഞ്ഞു നമുക്ക് സാധിക്കാൻ വേണ്ടി നമ്മളെ പേരൻസിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? 1 നേരം 2 നേരം ഭക്ഷണം കഴിക്കാതെ നിൽക്കും അവരെ മുന്നിൽ. പക്ഷെ നമ്മൾ കാണാതെ കഴിക്കും. നമ്മൾ മോഷ്ടിച്ചിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കഴിക്കും, വയറ് ഫുള്ളായിരിക്കും. പക്ഷെ അവരെ മുമ്പിൽ എന്താണ്? നമ്മൾ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കാര്യം സാധിക്കണല്ലോ, അതിനു വേണ്ടി എന്ത് ചെയ്യും?
പട്ടിണി സമരം നടത്തും. നിങ്ങൾ ചെയ്യാറില്ലേ? എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാവരും ചെയ്യാറുണ്ട്. ഇജാസ് ചെയ്യാറുണ്ടല്ലോ. ഇജാസേ, സത്യമേ കോടതിയെ ബോധിപ്പിക്കാവൂ. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു ദിവസം പോലും നീ പട്ടിണി കിടന്നിട്ടില്ല കാര്യം സാധിക്കാൻ വേണ്ടിട്ട്? എന്നെ അങ്ങനെ കടക്കാൻ വിടും. ഇല്ല. ഓ, അത്രയും നല്ല കുട്ടിയാ. ഷോണോ? ഇല്ല മിസ്സേ, പട്ടിണി നടക്കൊന്നുമില്ല. ഇല്ല അല്ലെ? അല്ലാതെ കാര്യം സാധിക്കുന്നുണ്ടല്ലേ? ഓക്കെ, നല്ല പേരൻസ് ആയിരിക്കും. വേഗം സാധിപ്പിച്ച് കൊടുത്തേക്കാന്ന് വെച്ചിട്ടുണ്ടാവും. മറ്റു മുമ്പെയൊക്കെ എന്ന് വെച്ചാല് പകുതിയിലധികം കുട്ടികൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ടൂറിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അന്നേരം പേരൻസ് അങ്ങനെ വിടില്ല. അപ്പൊ അതിനു വേണ്ടി പട്ടിണി കിടക്കും. ഒരു ദിവസം എല്ലാം പട്ടിണി. അപ്പൊ ഓ, എന്റെ മോൻ വിശന്ന് കിടക്കലേന്ന്, അപ്പൊ അതിനെ വിട്ടേക്ക് ടൂറിന്, അല്ലെങ്കിൽ അതിനെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വിട്ടേക്ക് എന്നൊക്കെ പറയും. അപ്പൊ അതിനു വേണ്ടി പട്ടിണി സമരങ്ങൾ നടത്താറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാനിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പട്ടിണി സമരം ഈ ജയിലിൽ വെച്ചിട്ട് മഹാവീർ സിംഗ് നടത്തി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ കൈദികൾ തടവുകാർക്കെതിരെ നടത്തുന്ന കഠിനമായ പ്രയാസങ്ങൾ നേരിടുന്നുണ്ടല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കേണ്ടി വരുന്നുണ്ടല്ലേ. ജയിൽ അധികാരികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവരുടെ നിന്ന് ഈ തടവുകാർ സഹിക്കുന്നുണ്ട്. जेल कर्मचारियों को जब इसके बारे में पता चला तो इन पर और सख्ती की गई. महावीर सिंह पर इसका कोई प्रभाव नहीं पड़ा. അവിടുത്തെ ജയിൽ ജോലിക്കാര് എന്താണ് ഇദ്ദേഹത്തോട് കുറെ പറഞ്ഞു നോക്കി. പക്ഷേ മഹാവീർ സിംഗ് पर इसका कोई प्रभाव नहीं पड़ा. മഹാവീർ സിംഗ് അതിൽ നിന്നും ഒട്ടും പിന്മാറിയില്ല. ആ സമരം തുടർന്നു. जब भूख हड़ताल समाप्त करवाने की सारी कोशिशें भी व्यर्थ हो गई तो उन्हें जबरन दूध पिलाया गया. दूध के शरीर में प्रवेश करते ही उनकी मृत्यु हो गई. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ഈ ജയിൽ അധികാരികള് ഈ പ്രശ്നവുമായി യോജിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴ് അദ്ദേഹം പാലില് വിഷം കലർത്തിയിട്ട് അദ്ദേഹം അത് കുടിച്ചു. അദ്ദേഹം दूध के शरीर में प्रवेश करते ही उनकी मृत्यु हो गई. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടു. कौन? महावीर सिंह. जानकारों को कहना था कि दूध में जहर मिलाया गया था. അപ്പൊ എല്ലാവരും പരസ്പരം അറിഞ്ഞു എന്താണ് ആ മിൽക്കിലെ ആ പാലില് വിഷം കലർത്തിയിട്ടുണ്ട്. बाद में इस सत्य को छिपाने के लिए उनके शव को एक पत्थर से बांधकर समुद्र में फेंक दिया गया. അപ്പോ ഇങ്ങനെ വിഷം കലർത്തി കുടിച്ചു അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളായി വരും അല്ലെ. കേസ് പിന്നെ വീണ്ടും എന്തെല്ലോ പ്രശ്നങ്ങൾ വരും. അത് അന്വേഷിക്കും. അപ്പൊ ഇതൊന്നും അന്വേഷിക്കാതിരിക്കാൻ വേണ്ടി, തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹത്തിന്റെ ശവം വലിയ ഒരു കല്ലിന് കെട്ടിയിട്ട് കടലിലേക്ക് അങ്ങ് എറിഞ്ഞു. എന്തിനാ കല്ലിന് കെട്ടിട്ട് ശവം കടലിലേക്ക് എറിയുന്നു? ശവമാവുമ്പോ എന്താവും? വെള്ളത്തിന് പൊങ്ങി കിടക്കും അല്ലേ. കല്ലിന് കെട്ടിട്ട് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൊങ്ങാതിരിക്കും, ആരും കാണില്ല അല്ലെ. ഓക്കെ. असंख्य अत्याचारों को सहकर भी क्रांतिकारियों ने कभी घुटने नहीं टेके. ഇങ്ങനെ എത്ര ആക്രമണങ്ങൾ അവർ സഹിച്ചിട്ടും വിപ്ലവകാരികള്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന സമരസേനാനികള് കബി ഗുഡ്നെ നെഹിൻ ടേക്ക്. ഗുഡ്നെ ടേക്കിന് പറഞ്ഞാല് കാൽമുട്ട് മടക്കുക. കാൽമുട്ട് മടക്കുക എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ്. അതിന്റെ ശരിയായ മീനിങ് കാൽമുട്ട് മടക്കുക എന്നാണ്. കാൽമുട്ട് മടക്കുക പറഞ്ഞാല് തോറ്റ് പിന്മാറാതിരിക്കുക എന്നാണ് അതിന് ശരിയായ അർത്ഥം വരിക. എത്ര സഹിച്ചിട്ടും അവരെന്ത് ചെയ്തില്ല? തോറ്റ് പിന്മാറിയില്ല. अपने देश को आजाद देखने के लिए असंख्य वीर हंसते हंसते बलिदान हो गया. തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട്, സ്വാതന്ത്ര്യം കിട്ടി കാണുവാൻ വേണ്ടിയിട്ട് ഒരുപാട് വീരന്മാര്, യോദ്ധാക്കള് ചിരിച്ചുകൊണ്ട് തന്നെ തന്റെ ജീവൻ ബലിയർപ്പിച്ചു ജയിലിനുള്ളില്. കേട്ടല്ലോ, ചിരിച്ചുകൊണ്ട് ബലിയർപ്പിച്ചു എന്ന് പറഞ്ഞാല് അതായത് തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയിട്ടാണ് ഞാൻ മരിക്കുന്നുള്ള ഒരു സന്തോഷം. കേട്ടല്ലോ. ഇനി എങ്ങനെയപ്പോ ചിരിച്ചുകൊണ്ട് മരിച്ചു കിടക്കില്ലെന്നൊന്നും വിചാരിക്കണ്ട. सन 1900 എത്ര പറയലേ? അറിയാ? അയ്യോ, പറയോ ആരെങ്കിലും? ഇല്ല. 1944 में जापानी शासकों ने अंडमान पर कब्जा किया और अंग्रेजों को मार भगाया.
അങ്ങനെ 1942 ജപ്പാൻ ഭരണാധികാരികളെ അന്തമാനിൽ വന്നിട്ട് ഭരണം, അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്തു, സമരം ചെയ്തു. 7 में से 2 शाखाओं को जापानियों ने नष्ट कर दिया था. അന്ന് ജപ്പാന്മാർ അവിടെ ആ രാജ്യം അവർക്ക് നഷ്ടമായി തീർന്നു. ദ്വിതീയ വിശ്വയുദ്ധക്കെ ബാദ്, രണ്ടാം ലോക മഹായുദ്ധമുണ്ട്. ദ്വിതീയ വിശ്വയുദ്ധ കേട്ടിട്ടുണ്ടോ? രണ്ടാം ലോക മഹായുദ്ധം, ഒന്നാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിനെ നമ്മള് ദ്വിതീയ വിശ്വയുദ്ധം എന്ന് പറയാം. ദ്വിതീയ विश्वयुद्ध के बाद सन 1945 में फिर अंग्रेजों ने यहाँ कब्जा किया. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1945 ഇംഗ്ലീഷുകാര് എന്ത് ചെയ്തു? എന്താ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നെല്ലാം പറഞ്ഞാല്? ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം അറിയാം? ആർക്കറിയാം? മിസ്സിന് പറഞ്ഞുതരുമോ എന്താന്ന്? പഠിച്ചിട്ടുണ്ടാ സോഷ്യലില്? പഠിച്ചിട്ടില്ല, കേട്ടിട്ടുണ്ടല്ലോ എവിടെയോ? അതിലൊന്ന് പഠിക്കണം കേട്ടോ. പിന്നെ അതായത് അതിനുശേഷം ഭരണം, അതായത് ബ്രിട്ടീഷുകാർ ഭരണം നടത്തി അല്ലേ? ഭാരതക്ക് ആസാദിക്ക് ബാദ്, നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം, അത് 1947 നമ്മൾ പറഞ്ഞു അല്ലെ? मेरी 2 और शाखाओं को ध्वस्त कर दिया गया. भूतपूर्व कैदियों ने इसका विरोध किया और राजनीतिक नेता भी इसे इतिहास की धरोहर के रूप में सुरक्षित रखना चाहते थे. इसलिए मेरी शेष 3 शाखाओं और मुख्य टावर को वर्ष 1959 में राष्ट्रीय स्मारक घोषित कर दिया गया. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ ചരിത്ര, ഈ സോഷ്യൽ, ഈ കഥകളൊക്കെ സൂക്ഷിച്ചു വെക്കണം എന്ന് എല്ലാവരും തീരുമാനമെടുത്തു. അങ്ങനെ എന്താണ്, കൊല്ലവർഷം 1969 രാഷ്ട്രീയ സ്മാരക് ഘോഷിത് കർ ദിയ, എല്ലാവരും വിളംബരം ചെയ്തു രാഷ്ട്രീയ സ്മാരക് എന്നുള്ള പേരില്. आज जब भारतीय यहाँ आते हैं तो इस स्थान को देशभक्तों का तीर्थ मानकर श्रद्धा भाव से भर उठते हैं. ഇന്ന് എല്ലാ ഇന്ത്യക്കാരും ഇവിടേക്ക് വരുന്നുണ്ട്. എവിടേക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞേ കാലാപാനി സെല്ലുലാർ ജയിൽ അല്ലെ? ഇവിടേക്ക് വരുന്നുണ്ട്. ഈ സ്ഥലത്തെ ദേശഭക്തങ്ങളുടെ തീർത്ഥ സ്ഥലമായിട്ടാണ് ഇപ്പോ, അത് ഇന്ത്യക്കാരുടെ തീർത്ഥ സ്ഥലമായിട്ട്. തീർത്ഥസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? പവിത്രമായ സ്ഥലം. നമ്മൾ അങ്ങനെയല്ലേ തീർത്ഥം എന്ന് പറഞ്ഞാലേ പവിത്രം എന്നുള്ള അർത്ഥമാണ്. തീർത്ഥ സ്നാനം, അതായത് പവിത്രമാവുക, ശുദ്ധമാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ രാജ്യസ്നേഹികളുടെ തീർത്ഥ സ്ഥലമായിട്ടാണ് ഈ സെല്ലുലാർ ജയിലിനെ എല്ലാവരും കാണുന്നത്. ഉൻകെ ഹാവ് ഭാവ് ദേഖ്കർ ഐസാ ലഗ്താ ഹൈ മാനോ കഹ് രഹേ കി ധന്യ ഹേ വേ ദേശഭക്ത് जिन्होंने कालापानी के रूप में अंग्रेजों के हर अत्याचार को सहकर भी हिम्मत नहीं हारी. അതായത് രാജ്യസ്നേഹികള് നമ്മുടെ കാലാപാനിയിൽ വെച്ചിട്ട്, സെല്ലുലാർ ജയിലിൽ വെച്ചിട്ട് ബ്രിട്ടീഷുകാരുടെ ഏത് ആക്രമണങ്ങൾക്കെതിരെയും എന്താണ് എതിർത്തു പറഞ്ഞില്ല. അവരെ സഹിച്ച് ധൈര്യത്തോടെ മുന്നേറി. ഭാരത് മാതാക്കെ ഐസേ സബൂത്തോം കോ നമൻ. ഭാരത മാതാവിന്റെ അങ്ങനെയുള്ള സൽപുത്രന്മാരുടെ മുന്നിൽ നമിക്കുന്നു. നമിക്കുന്നു പറയുമ്പോ കണ്ണടച്ച് നമിക്കണ്ടേ? അത് ഒരുപാട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് സഹിച്ച ഭാരത് മാതാവിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച ജനങ്ങളുണ്ടല്ലേ, ഇല്ലേ? ആൾക്കാരുണ്ട്. അവരുടെ മുന്നിൽ അങ്ങനെയുള്ള സൽപുത്രന്മാര്, ഭാരത് മാതാവിന്റെ സൽപുത്രന്മാരുടെ മുന്നിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നമിക്കുന്നു, പ്രണമിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അത് കുറച്ച് സോഷ്യലുമായി ബന്ധമുള്ള പാഠാണത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം ഒക്കെ മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പൊ ഇതില് പിന്നെ വേർഡ് മീനിങ് എഴുതുക, സമാനാർത്ഥി ശബ്ദ മുഹാവരെ. അപ്പൊ ഇതും കൂടി നമുക്ക് എക്സാമിന് നടത്താം, എക്സാമിന് വെക്കാം. സമാനാർത്ഥി ശബ്ദ മുഹാവരെ. പിന്നെ അതുപോലെ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇപ്പൊ പറയാം. ആദ്യം ലിഖിത പ്രശ്നമാണ് ഇപ്പൊ മിസ് പറയുന്നത്. ലിഖിത പ്രശ്നം ഇപ്പൊ മിസ് പറയുന്നത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി, നോട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ലിഖിത പ്രശ്നം രണ്ടാമത്തെ. സെല്ലുലാർ ജയിൽ കഹാം സ്ഥിത് ഹേ. സെല്ലുലാർ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണെന്നറിയോ?
പോർട്ട് ബ്ലെയർ में പേജ് നമ്പർ 13 സെക്കൻഡ് പാരഗ്രാഫിന്റെ നടുവിലായിട്ടുണ്ട് പോർട്ട് ബ്ലെയർ में 1896 1906 എന്ന് കണ്ടോ കൊല്ലവർഷം അതിന് തൊട്ട് മുകളിലതാ പോർട്ട് ബ്ലെയർ में ബ്രാക്കറ്റ് ചെയ്തോ നമ്പർ 1 പോർട്ട് ബ്ലെയർ में എവിടെയാണ് സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യം. सेकंड क्वेश्चन जेल की चार दीवारी छोटी होने पर भी कैदी यहाँ से भाग क्यों नहीं पाते थे എന്തുകൊണ്ടാണ് ചുറ്റുമതിൽ ചെറുതായിട്ട് കൂടി തടവുകാർക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കാത്തത്? രണ്ടാമത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു അല്ലേ? 4 ഭാഗത്തും സമുദ്രം കടലായതുകൊണ്ട് വെള്ളമായത് കാരണം ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ പേജ് നമ്പർ 14 चारों मोर से समुद्र से घिरे होने के कारण वरे വേണ്ടു ട്ടോ. സിമ്പിൾ ആണ് ആൻസർ. चारों मोर से समुद्र के घिरे होने के कारण അത്രേ വേണ്ടു. തേർഡ് ക്വസ്റ്റ്യൻ कैदियों से जेल में कौन कौन से काम करवाए जाते थे തടവുകാരെ ജയിലിൽ നിന്ന് എന്തൊക്കെ ജോലികളാണ് ചെയ്യിപ്പിച്ചിരുന്നത്? അത് നേരത്തെ മിസ് പറഞ്ഞു. തേർഡിന്റെ कोल्हू से तेल पेरने का काम करवाया जाता था മെഷീനിലൂടെ എണ്ണ ഊറ്റിയെടുക്കുന്ന ആ ജോലിയാണ് അവർ ചെയ്തിരുന്നത് അല്ലേ? എണ്ണ ശരി. ഇനി ഫോർത്ത് ബ്രിട്ടീഷ് സർക്കാർ സ്വതന്ത്ര സേനാനിയോ കോ യാതനായെ ക്യോ ദേത്തി थी എന്തിനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരുപാട് യാതനകൾ ബുദ്ധിമുട്ടുകൾ കൊടുത്തിരിക്കുന്നത്? അവരെന്തിനാണ് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്? അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അവര് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ തളർന്നു പോകാൻ വേണ്ടിയിട്ട് ദുർബലരായിട്ട് അവര് ഇല്ലാതായി തീരാൻ വേണ്ടിയിട്ടാണ്. ശാരീരിക और मानसिक നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു നമ്പർ 4 शारीरिक और मानसिक रूप से कमजोर करने के लिए उन्हें तरह तरह की यातनाएं दी जाती थी. മാർക്ക് ചെയ്തല്ലോ. नंबर 5 स्वतंत्रता सेनानियों द्वारा जेल में सही यातनाओं के बारे में जानकर आपके मन में उनके प्रति क्या भाव उत्पन्न होते हैं? സ്വാതന്ത്ര്യ സമര സേനാനികളുമായിട്ട് അവരെ കാര്യം ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളെ ജയിലിൽ ഒരുപാട് യാതനകൾ സഹിച്ചല്ലോ. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അവരോട് തോന്നുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളോട് തോന്നുന്ന മനോഭാവം ഇപ്പൊ ആൻമരിക്ക് എന്നാ തോന്നുന്നത്? ദേഷ്യാണോ സ്നേഹാണോന്ന് എനിക്കറിയില്ല. ഇജാസിന് ഇപ്പം വേറെന്നായിരിക്കും അല്ലേ? ഇപ്പൊ അലന് തോന്നുന്നതായിരിക്കണം എന്നില്ല ഫെയ്ത്തിന്. ആ സ്വാതന്ത്ര്യ സമര സേനാനികളോട് സഹതാപാണോ സ്നേഹമാണോ ദേഷ്യാണോ വെറുപ്പാണോ എന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് സർവ്വസ്വാഭാവികമായിട്ട് നമുക്ക് എന്താ തോന്നുക? അവരോട് സഹതാപം തോന്നും അല്ലേ? അതേ തോന്നൂല, വെറുപ്പ് തോന്നൂല. അപ്പൊ നമ്മൾ എന്താണ് അതിനെ ആ പാരഗ്രാഫ് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് എഴുതിയാൽ മതി. ഭാരത് മാതാ കെ ഐസേ സബൂത്തോं को നമൻ करते हैं. നമൻ എന്ന് കഴിഞ്ഞിട്ട് करते हैं എന്ന് ചേർത്താൽ മതി. 5ാമത്തെ ആൻസർ നമ്മളെ പാഠം കഴിയുന്നതിന്റെ ലാസ്റ്റ് വരിയില് ഭാരത് മാതാവിന്റെ ഇങ്ങനെയുള്ള സൽപുത്രന്മാരെ നമിക്കാനാണ് നമ്മൾക്ക് തോന്നുന്നത്. ഭാരത് മാതാ കെ ഐസേ സബൂത്തോं को നമൻ करते हैं. करते हैं എന്ന് ചേർക്കണേ ആൻസറില്. മിസ് യെസ് മിസ് എനിക്ക് തേർഡ് വണ്ണും അല്ല സെക്കൻഡ് വണ്ണും ഫോർത്ത് വണ്ണിന്റെ ആൻസർ കിട്ടിയില്ല. സെക്കൻഡ് വണ്ണും ഫോർത്ത് വണ്ണും. സെക്കൻഡ് चारों मोर से समुद्र से घिरे होने के कारण വരെ. कारण ഒരു വരിയേ ഉള്ളൂ. चारों मोर से നേരത്തെ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലടാ. ഇന്നെടുത്ത പാരഗ്രാഫ് ഫസ്റ്റ് പാരഗ്രാഫില് ആ 4 ദീവാരി എന്നുള്ള ബ്ലൂ വേർഡ് കഴിഞ്ഞിട്ടതാ चारों मोर से समुद्र से घिरे होने के कारण. അത്രേ ഉള്ളൂ നമ്പർ 2ന്റെ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസർ മാർക്ക് ചെയ്തോ ഷോണേ? ഇല്ല. ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ഇന്നെടുത്ത ഫസ്റ്റ് പാരഗ്രാഫ് പേജ് നമ്പർ 14 ബ്ലൂ കളറിൽ 4 ദീവാരി എന്നൊരു വേർഡ് കണ്ടോ? അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ലേക്കിൻ ചാരോ മോർസെ. ലേക്കിന്ന് കളി ബാക്കി ചാരോ മോർസെ കണ്ടില്ല? കണ്ണട വേണ്ടി വരുമോ? പ്രായമായോടാ? വാർദ്ധക്യായോ വീട്ടിലിരുന്നിട്ട്? चारों मोर से समुद्र से घिरे होने के कारण. പിന്നെ നമ്പർ 3
നേരത്തെ പറഞ്ഞത് കോൽഹൂസെ തേൽ പേർനെ കാ കാം കർവായ ജാതാ ഥാ വരെ. കോൽഹു മീൻസ് മെഷീൻ, എണ്ണയാട്ടുന്ന മെഷീൻ. നമ്പർ 4 അതിന് തൊട്ട് മുകളില് ശാരീരിക് ബ്ലൂ കളറിൽ വരുന്ന വേർഡ് ശാരീരിക് और मानसिक रूप से കംസോർ करने के लिए उन्हें तरह तरह की याതനായേം दी जाती थी. അവർ ശാരീരികമായിട്ടും മാനസികമായിട്ട് തളർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അവര് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അഞ്ചാമത്തെ ഏറ്റവും ലാസ്റ്റ് ഭാരത് മാതാ കെ ഐസേ സബൂത്തോं को നമൻ करते हैं. ഓക്കെ. അപ്പൊ നിങ്ങളെ ഞാനിപ്പോ വേഗം ആ ഓറൽ ക്വസ്റ്റ്യൻ പറയാതെ ഇത് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കിലേക്ക് വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, മുഹാവരെ, അതുപോലെ ഈ ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയെടുക്കണം. ഇത്രയും ലെസൺ ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വരിക, എക്സാമിന് വരിക, പഠിക്കേണ്ടത് 3 ലെസൺ. 4 വേണമെന്നാണ് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്, പക്ഷെ നടക്കൂല. കാരണം ആഴ്ചയിൽ ഒരു ദിവസമല്ലേ നമുക്ക് ക്ലാസ് ഉള്ളൂ. അപ്പൊ 2 പീരീഡ് എടുത്താൽ നമുക്ക് ഒരു പാഠം കഴിയുള്ളൂ. വലിയ പാഠല്ലേ? മിസ് ക്വസ്റ്റ്യൻ ആൻസർ വരുമോ? ക്വസ്റ്റ്യൻ ആൻസർ അതിപ്പോ ഈ 1 വേർഡ് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ വരും. വലിയ വലിയ ക്വസ്റ്റ്യൻ ആൻസർ അല്ല, 1 വേർഡ് വരുന്ന. നിങ്ങൾക്ക് ആൻസർ എന്താണ് 3 ആൻസർ തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യല്ലേ വേണ്ടേ, ഗൂഗിൾ ഫോം ആയതുകൊണ്ട്. അപ്പൊ 1 വേർഡ് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ അതിൽ വരും. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. അതിൽ വേണമെങ്കിൽ ഏറ്റവും മുകളിലെ ഓറൽ ക്വസ്റ്റ്യൻ കൂടി വേഗം ക്ലാസ് കട്ടാവുന്നതിന് മുന്നേ മിസ് പറഞ്ഞേക്കാം. ഇനി നിങ്ങൾക്ക് അതൊരു സമാധാനക്കേട് വേണ്ട. ഭാരതീയ കിസ്കാ നാം സുൻകർ കാം ബുഡ്തേ ഥേ. ഇന്ത്യക്കാര് ആരുടെ പേര് കേട്ടപ്പോഴാണ് വിറച്ചിരുന്നത്? മുമ്പേ, ഇപ്പല്ല. നമ്മളെ പാഠഭാഗത്തിൽ തന്നെ ഉണ്ട്. ബ്രിട്ടീഷ്. അറിയാ? ബ്രിട്ടീഷ്. ഉറക്കെ പറഞ്ഞേ. ബ്രിട്ടീഷ്. 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 ബ്രിട്ടീഷ് അല്ലേ? ആ, ബ്രിട്ടീഷുകാരുടെ പേര് കേൾക്കുമ്പോഴാണ് വരച്ചിരുന്നത്. സെല്ലുലാർ ജയിൽ കി കുൽ കിത്നി ശാഖായേം ഹേ? സെല്ലുലാർ ജയിലിൽ എത്ര ബ്രാഞ്ചുകള്, ശാഖകളുണ്ട്? 7. ഫെയ്ത്തിന്റെ അടുത്ത് ആരാടാ? ആരാ അടുത്തിരിക്കുന്നേ? ശ്രീദേവ്. മനസ്സിലായില്ല മിസ്സിന്? ശ്രീദേവ. ഓ, നിങ്ങൾ 2 പേരും ഒരുമിച്ചാ ഉള്ളത്?